السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويصارعون في الخيرات أولئك من الصالحين. قال النبي صلى الله عليه وسلم: إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم وأعمالكم. ولا تزودت قبل الموت نافلة ولم أصل سوى فرض ولم أصمي. ومن يبع عاجلا منه بعاجله يبله الغبن في بيع وفي سلم. يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد. مجير إرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ സദസ്സിനെ നിറസാന്നിധ്യം കൊണ്ട് ധന്യമാക്കാനെത്തുന്ന ബഹുമാനപ്പെട്ട സാദാത്തങ്ങൾ, അതുപോലെ ഈ സമസ്തയുടെ എല്ലാ വിഷയങ്ങളും നിയന്ത്രിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട കില്ലൂർ ഉസ്താദ്, മാഗുണ്ടി ഉസ്താദ്, മദനി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി കബൂലാക്കുമാരാകട്ടെ. ആമീൻ. അല്ലാഹുടെ പള്ളിയിൽ ഇത്തികാഫ് ദൈക്കര ചണ്ട നിയത്ത് മറന്നങ്ങ എല്ലാവരും ഒന്ന് നിയത്ത് വയ്ക്കുറു. അല്ലാഹു ഞങ്ങളെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ചു തരുമാരാകട്ടെ. ആമീൻ. ഈ ഒരു മനുഷ്യൻ ജനിച്ചൽ പിന്നെ മനുഷ്യൻ മരണം ചെല്ലൊരു ഭാഗത്തിലേക്ക് ഇങ്ങനെ നീന്തിയോണ്ടിക്കറ. അൽ ഹയാത്തു കന്നഹർ, ജീവിത ചെല്ലത് ഒരു പൊല പോലെ ആയിട്ടിക്കട്. ഒരു മനുഷ്യൻ ജനിച്ചൽ പിന്നെ അവനതാ മരണം ചെല്ലൊരു ഭാഗത്തിലേക്ക് ഇങ്ങനെ നീന്തിയോണ്ടിക്കട. കുറേ ആൾമാർ അങ്ങ് നീന്തിയിട്ട് 75% അങ്ങ് എത്തിയാറ്. ഇനി കുറേ ആൾമാർ നീന്തുക തുടങ്ങിയാറ്. ഇനി കുറേ ആൾമാർ നീന്തിയോണ്ടുള്ളാറ്. ഏത് സമയത്തും ഒരു മനുഷ്യനും മരണം വന്ന് എത്തുകയുള്ള ചാൻസ് ഉണ്ട്. ഈ ലോകത്ത് മനുഷ്യൻ വ്യത്യസ്ത ഫീൽഡിലായിട്ടിക്കട്. ചില ആൾമാർ പൈന്റ് അടിച്ചിട്ട് ഞങ്ങളെ ഉപജീവനം അങ്ങ് നടത്തുറാറ്. ചില ആൾമാർ ഈ ലോകത്ത് ഒരുപാട് സ്വരാക്കിയിട്ട് അങ്ങ് ജീവനം നടത്തുറാറ്. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത മേഖലയിൽ ഈ ലോകത്ത് ആൾമാർ ജീവിക്കാറ്. പക്ഷേ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ മനുഷ്യർക്കും ഒരു നാല് മരിക്കുന്നുണ്ട്. ആ സമയം എപ്പോഴായിട്ട് കിടണ്ട് ചൊല്ലുക സാധ്യയില്ല. വലയ്യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ. ഗർഭാശയം വിട്ടത് മുതൽ സഫറാനേ, അടുത്തുള്ള കേന്ദ്രം സോദരാ ഖബറാനേ. ഏത് ടൈമിലും ഒരു മനുഷ്യവും മരണം വന്നെത്തുകയുള്ള ചാൻസ് ഉണ്ടോ? ഏത് ടൈമിലും അത് സംഭവിക്കാം.
നാണതാ ചെറിയ ബാലക്കാരാ നക്കൊരു 20 വർഷം മാത്രമേ ആയിട്ടുള്ളൂ നാണതാ ഇനിയും മങ്ങിലായിട്ടില്ല സ്വർത്തുക്ക് സേരിട്ടില്ലാണ്ട് ചൊല്ലൊരു ബിയാറ ഒരു മനുഷ്യവും വേണ്ട കേട്ടോ കാരണം ഏത് സമയത്തിലും മരിക്കുള്ള ചാൻസ് ഉണ്ടോ കേവലം 3 വയസ്സിറങ്ങ മാത്രമേ മരിച്ചു പോടാ അല്ലാ എത്ര ബാലക്കാരാണ് ഈ അടുത്ത് മരിച്ചു പോയത് ഞങ്ങതാ നിരന്തരമായിട്ടും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും കണ്ടുകൊണ്ടുള്ളത് സുബ്ഹാനല്ലാഹ് എത്ര മരണ വാർത്തകളാണ് അതിൽ വയസ്സിറങ്ങ മാത്രമല്ല ബാലക്കാർ മാത്രമല്ല മക്കളടക്കം ചെറിയ പെത്ത മക്കളടക്കം മരിക്കില്ലേ അതുകൊണ്ട് ഒരാൾക്ക് വയസ്സായാൽ പിന്നെ മരിക്കരോണ്ട് ചൊല്ല ബിയാറ വേണ്ട കേട്ടോ ഏത് സമയത്തും ഒരു മനുഷ്യരെ റൂഹ് പിടിക്കുക അസ്രായിൽ അല്ലാഹു അധികാരം കൊടുത്തുറാ ആ ടൈം ഒന്ന് എത്തുമ്പോ ആ മരണ വാർത്ത ഒന്ന് ഞങ്ങൾ കേൾക്കുമ്പോ ഞങ്ങളെ ശരീരത്തിലൊന്ന് റൂഹ് പാറിപ്പോകുമ്പോ അല്ലാഹുവ മുട്ട വിജയിക്കുന്ന മുഅ്മിനീങ്ങ ആയിട്ടല്ലേ മരിക്കടായത് ആദം നബി അലൈഹിസ്സലാമിൽ പിന്നെ എത്ര ആൽമാരി ലോകത്തേക്ക് കടന്നു വന്നാരാ അങ്ങാതാ യാര ആൽമാറും ഈ ലോകത്ത് സോത്തുപോയാ ഈ ലോകത്തിൽ അതാ ഫിർഔനോട് ജീവിച്ചു പോയാ പക്ഷേ അവന്റെ കയ്യിൽ അധികാരയിന്ത് സമ്പത്തിന്ത് അവനുകതാ ആഫിയത്തിന്ത് വലിയ അഹങ്കാരം കാട്ടിട്ട് അല്ലാഹുടെ മുട്ടവൻ പരാജയപ്പെട്ടു പോയാ ഈ ലോകത്തതാ ഖാറൂൻ ഈ ലോകത്ത് നമ്രൂദെല്ലാം ജയിച്ചാർ ആറിലാണ്ട് കേൾക്കുമ്പോൾ നാണിലാണ്ട് ചെന്നോണ്ടിന്ന ആദ്യ സമൂഹം മൂടെ ജീവിച്ചു പോയാർ പക്ഷേ അങ്ങാറും ഈ ലോകത്ത് വിജയിച്ചില്ല കാരണം അങ്ങതാ ദുനിയാവുക അല്ലാഹുവിനായിട്ട് ജീവിച്ചില്ല പക്ഷേ അപ്പുറത്തൊരു ചരിത്രം എടുത്തു നോക്കുമ്പോ ആ ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോ അതാ ഈ ലോകത്ത് സുപ്രസിദ്ധി നേടിയ ആൽമാറുള്ള മഹാനായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഈ ലോകത്തതാ വലിയ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പോസ്റ്റ് എടുത്ത മഹാനല്ലേ ഞങ്ങ ആ ഫോളോ ആക്കണായ പേഴ്സണാലിറ്റി അല്ലേ അത് കാരണം അല്ലാഹുവിന്റെ പൊരുത്തത്തിക്ക് വേനായിട്ട് ജീവിച്ചാർ അതാണ് വിശുദ്ധ ഖുർആൻ സ്വാലിഹീങ്ങളുടെ ലക്ഷണം വിശദീകരിച്ചു ഞാൻ എൻ്റെ വാഴ്ന്ന തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ് ലൈസു സവാഅം മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമ യത്ലൂന ആയാത്തില്ലാഹ് അനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിറ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുസാരിഊന ഫിൽ ഖൈറാത്ത് വഉലൈക മിനസ് സാലിഹീൻ അതാ സ്വാലിഹീങ്ങളുടെ ലക്ഷണം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത് ഒന്നാമത്തെ ലക്ഷണം ഉമ്മത്തുൻ ഖായിമ സ്വാലിഹീങ്ങളുടെ ലക്ഷണം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ട് സ്വാലിഹീങ്ങളുടെ ലക്ഷണം ആ നിലക്ക് ജീവിച്ച് മരിക്കണോ ഒന്നാമത്തെ ലക്ഷണം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത് ഉമ്മത്തുൻ ഖായിമ ഞങ്ങൾക്കതാ ഈ ദീൻ ഞങ്ങളൊരു മുസ്ലിമാണ് എപ്പോഴും ഹെമ്മയിൽ ചെല്ലുവാൻ സാധ്യമാവണു ഏത് ടൈമിലും ഞാനൊരു മുസ്ലിമാണ് കേവലം ഒരു ബേജാറിന്റെ ടൈമുള്ള അല്ലെങ്കിൽ കേവലം ഒരു സീക്ക് വന്ന ടൈമിൽ മാത്രമേ അല്ലാഹുവിനെ നെനപ്പാവടോ ആ ഒരു വിഷയം അല്ല ഏത് ടൈമിലും ഞാനൊരു മുസ്ലിമായിട്ട് ഒരു ബിയാരം ഞങ്ങളെ മനസ്സിൽ വേണു ഞാൻ ഇട്ട ഡ്രസ് കോഡിലും വേണു നാ അതാ ആക്ര എല്ലാ സ്വത്തിലും ഞാനൊരു മുസ്ലിമായിട്ട് സുബ്ഹാനല്ലാഹ് ചിലപ്പോ കഷ്ടങ്ങ ബരു
ചിലപ്പോ പ്രയാസങ്ങൾ വരൂ. ഈ ലോകത്ത് അമ്പിയാക്കൾ എത്ര കഷ്ടം അനുഭവിച്ചാറ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ലോകത്ത് എത്ര പരീക്ഷണങ്ങളാണ് ഈ ലോകത്ത് വിജയിച്ച് എത്ര പരീക്ഷണങ്ങളിലാണ് വിജയിച്ചു പോയത്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രസവിക്കുന്ന ടൈമില് വലിയ പരീക്ഷണങ്ങളാണ്, വലിയ കഷ്ടങ്ങളാണ്. അധികാരത്തിൽ ഉള്ള ആൾമാർ വലിയ ഉപദ്രവങ്ങളാണ്. പക്ഷേ അതെല്ലാം അതിജയിച്ചിട്ട് അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു 110 വർഷം ആവുമ്പോഴാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുകു ഒരു ബാപ്പ ആവുകയുള്ള ഭാഗ്യം കിട്ടുറോ. അങ്ങനെ അതും അതിജയിച്ചിട്ട് അങ്ങനെ പിന്നെയും അല്ലാഹുടെ ക്വാഡ്ര ബന്ത് ആ മൂണ്ടിനെ അർക്കണു. അതിലും വിജയിച്ചിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ പിന്നെയും അതാ 1.5 വയസ്സുള്ള ആ കിടാവുടെയും പെഞ്ഞയുടെയും നിങ്ങാതാ ദൂരത്ത് ആരാറുമില്ലാത്തൊരു പ്രദേശത്തിൽ വിട്ടുവരണു. അല്ലാഹുടെ ഭാഗത്തൊരു ഡിഫിക്കലി വാർണിംഗ്. സുബ്ഹാനല്ലാഹ്. എല്ലാ പരീക്ഷണങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിജയിച്ചിട്ട് കാരണം ഒന്നേ ഉള്ളൂ, ഉമ്മത്തുൻ ഖായിമ. ഏത് സമയത്തും പരീക്ഷണങ്ങൾ വരട്ട്, കഷ്ടങ്ങൾ വരട്ട്, ഞാനൊരു മുസ്ലിമാണ് ഹെമ്മയിൽ ചെല്ലുക ആവണു. അതായിട്ട് സ്വാലിഹീങ്ങ. അങ്ങനെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ട് യത്ലൂന ആയാത്തില്ലാഹ് നിലവേറും ഈശാത്തൊഴുതോറുളുവാലേ 40 ടാണ്ടോളം സുബഹ് തൊഴുതോർ മരണമാകും 2 മിനിറ്റ് ഓതിയന്നാമാലേ മാഇദ സൂറത്ത് തീരും മുമ്പ് മൗതായാരേ. മഹാനായ ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഈ ലോകത്ത് മാതൃകാ വ്യക്തിയാണ്. ഈ ലോകത്ത് ഉമ്മമാരെ ഞങ്ങൾ ഫോളോ ആക്കണായത് ആ മഹദിയുടെ ആണ്. ആ മഹദിയുടെ ഞങ്ങൾ ഫോളോ ആക്കണായത്. ഏതെങ്കിലും ഒരു പിക്ചറിൽ വന്ന ആക്ടർ അല്ലാ. ഈ ലോകത്ത് ഞങ്ങൾക്കതാ എത്രയാണ് ആ ജീവിച്ച് മാതൃകാ വ്യക്തിത്വമായി ലോകത്തേക്ക് പരിപാടി തന്നത്. ആ നഫീസത്തുൽ മിസ്രിയ ബീവിയുടെയാണ് ഞങ്ങളെ ഉമ്മമാരും ഞങ്ങളെ എല്ലാ ആൽമാരും ഫോളോ ആക്കണായത് ആ മഹദിയുടെയാണ്. സുബ്ഹാനല്ലാഹ്. എന്തൊരു ജീവിതമാണ്. ജീവിതകാലത്തിൽ 30 ഹജ്ജാക്കിത്ത് ആ കാലത്തിലാണ് അതിൽ 20 ഹജ്ജും നടന്നിട്ടാണ് മഹദിയാക്കിയത്. 1-2 കിലോമീറ്റർ അല്ല, 100-200 കിലോമീറ്റർ അല്ല, അതാ 1650 കിലോമീറ്റർ നടന്നിട്ടാണ് മഹദി 20 ഹജ്ജ് ജീവിതകാലത്തിലാക്കിയത്. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതുറങ്ങാണ് സ്വാലിഹീങ്ങളുടെ ലക്ഷണം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത്. ഖുർആൻ ഓതുറതുക്ക് വലിയ പവറാ. ഇജഅലൂ നസീബൻ മിനൽ ഖുർആനി ഫീ ബുയൂതികും. നിങ്ങൾ ഔതുൽ കഷ്ടപ്പാടുണ്ടാ, കടങ്ങളുണ്ടാ, ബേജാറുണ്ടാ, അകയില്ലാണ്ടുണ്ടാ, അകത്ത സ്വര പാതിലായിട്ടുണ്ടാ, ഓതുറൂ വിശുദ്ധ ഖുർആൻ. ഖുർആൻ അതൊക്കെല്ലാം പരിഹാരമായിട്ട് ഇജഅലൂ നസീബൻ മിനൽ ഖുർആനി ഫീ ബുയൂതികും. നിങ്ങൾ ഔതുലു ഖുർആൻ ഓതുറ നസീബ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണോ. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതുറങ്ങാണ് സ്വാലിഹീങ്ങൾ വിശുദ്ധ ഖുർആൻ ചെന്നത്. ഖുർആൻ ഓതുറ മഹത്വം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഖൽബ് ശുദ്ധിയാവുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് പരിപാടി തന്നത്. ഇണ്ട് പല പ്രശ്നങ്ങൾക്കും എല്ലാ ഔത്തുലും എല്ലാ പരിസരത്തും പ്രശ്നങ്ങളാണ്. കാരണം മനസ്സ് ശുദ്ധി ഇല്ലാത്തത് കൊണ്ടായിട്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഖൽബ് ശുദ്ധിയാവുള്ള ഒന്നാമത്തെ കാരണം ഞങ്ങൾക്ക് പരിപാടിയത് വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ വത്നിൽ ഖലാ. ശുദ്ധ ഖുർആൻ ഓതുറതാണ്. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര ഇബാദത്ത് എടുത്തിട്ടും മനസ്സൊന്നും ക്ലിയർ ഇല്ലെങ്കിൽ ഏതുക്കും വാല്യൂ ഇല്ല.
ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിക്ക് വാല്യൂ വേണ, ഞങ്ങൾ കൊടുത്ത സകാത്തുക്ക് വാല്യൂ വേണ, ഞങ്ങൾ കൊടുത്ത സ്വതക്കത്തുക്ക് വാല്യൂ വേണ. ലൗ സല്ല അൽഫ റകഅത്തിൻ വലൗ സല്ല അൽഫ സലാമിൻ ലാ തകുൻ മുസ്തഇദ്ദൻ ലിറഹ്മത്തില്ലാഹ് ഇല്ലാ ബിസലാമത്തി സദ്രിക. മനസ്സ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സൊന്ന് ശുദ്ധിയാവുന്നു. ആ മനസ്സ് ശുദ്ധി കൊണ്ടായിട്ട് അല്ലാഹുവിന്റെ മുട്ട ഏറ്റവും വലിയ സ്ഥാനം ഒരാൾക്ക് നേടിയെടുക്കുക സാധ്യമാവുന്നത് ആ മനസ്സൊന്ന് ശുദ്ധിയാവണു. ആ മനസ്സ് ശുദ്ധിയാവണുണ്ടായെങ്കിൽ 4 പേജെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതുറങ്ങാവണു. അങ്ങനെ വിശുദ്ധ ഖുർആൻ പതിവാക്കുന്ന ഒരു മുഅ്മിനാണോ സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണത്. സൂറത്തുൽ അശ്ർ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു ആയത്ത് കാണാം. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്ത്. സുബ്ഹാനല്ലാഹ്, ಅದರ മഹത്വം എത്ര! ആ ഓതിയദ്രോ അല്ലാഹുവിന്റെ മുട്ട മലായികത്തെ കൊമ്പൊಗೆ ദിന്നോടുണ്ട്. കാരണം ಅದರ അത്രയും പ്രതിഫലാണത്. എല്ലായിര മലക്കുകളാണ് അതിരോ എടുത്തുകൊണ്ട് പോണ്ടതുണ്ട്. ഹദീസിൽ നമുക്ക് കാണും. അങ്ങനെ ഒരാൾ സുബൈ നേരവും മഗ്രിബ് നേരവും ഒരാൾ ആ ആയത്ത് ഓതിയുണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ് കിട്ടുന്ന പ്രതിഫല എത്ര! മാത്രമല്ല ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ട് ഖുർആൻ ഓതുന്നത് വലിയ സംഭവമാണ്. ഒരാൾ ഖുർആനിൽ ഒരക്ഷരം ഓതിയെങ്കിൽ 100 കൂലി കിട്ടുന്ന ആൾമാരുള്ള. ഒരക്ഷരത്തിന് 100 കൂലിയാണ്. അങ്ങനെ ഒരക്ഷരം ഓതിയെങ്കിൽ 50 കൂലി കിട്ടുന്ന ആൾമാർ ഉള്ളാറ്. അങ്ങനെ ഒരക്ഷരം ഓതിയെങ്കിൽ 25 കൂലി കിട്ടുന്ന ആൾമാർ ഉള്ളാറ്. ഒരക്ഷരത്തിന് 10 കൂലി കിട്ടുന്ന ആൾമാരുള്ള. ഒരാൾ ഖുർആൻ നിസ്കാരത്തിൽ നിണ്ട് നിസ്കരിക്കുമ്പോഴാണ് ഖുർആൻ ഓതുന്നുണ്ടായെങ്കിൽ ഒരക്ഷരത്തിന് 100 കൂലിയാണ്. സുബ്ഹാനല്ലാഹ്, ഫാത്തിഹ ഓതുമ്പോൾ എത്ര കൂലിയായിട്ട് നമുക്ക് കിട്ടിയത്! ഒരാൾ നിണ്ട് നിസ്കരിക്കുമ്പോ അയാളുടെ നിസ്കാരത്തിൽ ഓതുന്ന ഖുർആൻ ഒരക്ഷരത്തിന് 100 കൂലിയാണ്. അതേ ഒരാൾ തെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. സുന്നത്ത് നിസ്കാരം തെച്ചിട്ടും നിസ്കരിക്കാം. ആ തെച്ചിട്ട് നിസ്കരിക്കുമ്പോ നിന്റെ നിസ്കരിക്കുന്നതുകൊണ്ട് ആഫാണ് കൂലി. അങ്ങനെ ഒരക്ഷരത്തിന് 50 കൂലിയാണ് നമുക്ക് കിട്ടുന്നത്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ട് അങ്ങനെ വിശുദ്ധ ഖുർആൻ അത് ഓതുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. മുഅ്മിനീങ്ങളെ, ഒരു പേജെങ്കിലും 4 വിശുദ്ധ ഖുർആൻ ഓതുറങ്ങ ആവണു. ശുദ്ധ ഖുർആൻ ഓതിയെങ്കിൽ മനസ്സിങ്ങനെ ക്ലിയർ ആവടൂ. ഞങ്ങളെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്. അതാ കടങ്ങളുണ്ടാ, ബേജാറുണ്ടാ, ദുഃഖങ്ങളുണ്ടാ, രോഗങ്ങളുണ്ടാ, എല്ലവും ശമനത്തിന് വിശുദ്ധ ഖുർആൻ കാരണമായിട്ടിക്കട്. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതുറങ്ങാണ് സ്വാലിഹീങ്ങളുടെ ലക്ഷണം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത്. അങ്ങനെ 3ാമത്തെ ലക്ഷണം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത് അനാൽ ലൈലി വഹും യസ്ജുദൂൻ. നലവേറും ഇശാ തൊഴുതോരുളുവാലെ 40 ടാണ്ടോളം സുബഹി തൊഴുതോവാർ. മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനീ ലോകത്തെ പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങളായിട്ടിക്കട്. ഞങ്ങൾ ഫോളോ ആക്കാനായ ഒരു പേഴ്സണാലിറ്റി ആയിട്ടിക്കട്. സുബ്ഹാനല്ലാഹ്, 40 വർഷം ഇശാ എടുത്ത വുദൂഇൽ സുബ്ഹി നിസ്കരിച്ചിട്ടാണ് മഹാൻ. അങ്ങനെ വിശുദ്ധ ഖുർആൻ സ്വാലിഹീങ്ങളുടെ ലക്ഷണം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ട് അനാ അല്ലൈലി വഹും യസ്ജുദൂൻ. പതിയാ സമയം ആറാറുമില്ലാത്ത ടൈമിൽ എഞ്ചിട്ട് ആറാണോ ഒരു ജൻറകാത്ത് നിസ്കരിക്കുന്നത്. അവനാണ് ഈ ലോകത്ത് സ്വാലിഹീങ്ങളിൽ പെട്ടവനുണ്ട്. വിശുദ്ധ ഖുർആനാണ് സർട്ടിഫിക്കറ്റ് തണ്ടത്. വിശുദ്ധ ഖുർആൻ കുറിച്ച് ഒരു മനുഷ്യൻ സ്വാലിഹീങ്ങൾ അവൻ സ്വാലിഹാവന അവൻകതാ ആ സമയത്ത് എഞ്ചിട്ട് ഒരു ജൻറകാത്ത് നിസ്കരിക്കുക നല്ല മനസ്സ് വരൂ. സുബ്ഹാനല്ലാഹ്, ആ സമയത്തുള്ള മഹത്വങ്ങൾ എത്ര! ഹദീസിൽ വന്ന മഹത്വങ്ങൾ എത്ര! ആ സമയത്ത് വലിയ മഹത്വം അല്ലാഹു കൊടുത്തറ. മാത്രല്ല എത്രമാ പ്രത്യേകത ആ സമയത്ത് അല്ലാഹു നൽകിറ. ആ സമയത്ത് ദുആ ഒരിക്കലും തട്ടപ്പെടില്ല. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരാൾ വന്ന് ചെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് മക്കളില്ല. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി
നീ അതാ 4 കൽബ് കൂട്ടി ദുആർക്കൊണ്ടുണ്ട് 4 കൽബ് കൂട്ടി ദുആർക്കൊണ്ട് ചെന്നപ്പോൾ എന്തുകൊണ്ട് അവന് ഗൊന്തായില്ല എന്ത്ര ഈ 4 കൽബ് കൂട്ടി ദുആർക്കൊണ്ട് ചെന്നെങ്കിൽ ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബൻ വ ഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ ശുദ്ധ ഖുർആന്റെ ഖൽബാണ് സൂറത്ത് യാസീൻ അങ്ങനെ ടൈമുറ കൽബാണ് വഖ്തുസ് സഹർ ആ അത്തായ സമയം ആ ടൈമുറ കൽബായിട്ടിക്കട് ഒരു നാളത്തെ കൽബായിട്ടിക്കട് അതേ പിന്നെ നിസ്കാരത്തെ കൽബ് സുജൂദായിട്ടിക്കട് അവന്റെ കൽബും കൂട്ടിട്ട് 4 കൽബും കൂട്ടി ദുആർക്കുറുണ്ട് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചന്ത് അപ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളുണ്ടാ നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് കഴിയുന്നെങ്കിൽ ആ ടൈമിൽ എഞ്ചിട്ടൊരു 2 റകഅത്ത് സുന്നത്ത് നിസ്കാർ 2 റകഅത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുറെ മുട്ടൊന്നു കേക്കുറു അല്ലാഹു തട്ടപ്പെടില്ല ഒരിക്കലും ആ ദുആ തട്ടില്ല എന്തിനാണോ നിങ്ങൾ കേൾക്കുന്നത് അത് കിട്ടു മക്കൾ സാലിഹീങ്ങളാവണ അല്ലാഹു തണ്ട മക്കളില്ലാതങ്ങൾക്ക് മക്കൾ നൽകണ അല്ലാഹു അത് തണ്ട നാഫിയ ഇൽമാണോ നിങ്ങൾ കേൾക്കുന്നതാണെങ്കിൽ അതും ആ സമയത്ത് അല്ലാഹു തണ്ട ആ ടൈമുകു വലിയ പ്രത്യേകതയാണ് മാത്രമല്ല ഇമാം തിർമിദി റിപ്പോർട്ട് ആക്കുന്ന ഹദീസാണ് 4 പ്രത്യേകതയാണ് ആ ടൈമുള്ളത് ഒന്നാമത്തെ പ്രത്യേകത ഖുർബത്തുൻ ഇലാ റബ്ബിക്കും അല്ലാഹുടെ മുട്ട ഒരാൾക്ക് മുട്ടാവകൂ ഒരാൾക്ക് അല്ലാഹുടെ മുട്ടാവകൂ സാധ്യയില്ലാണ്ടായെങ്കിൽ ആ ടൈമിൽ എഞ്ചിട്ടൊരു 2 റകഅത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കൂ അത് അല്ലാഹു ഗദാ നിങ്ങളെ അടുത്താക്കുള്ള വലിയ മറന്നായിട്ടിക്കടത് പിന്നെ നിസ്കാരത്തിൽ നല്ല ആവേശങ്ങളാണ് പിന്നെ നിങ്ങൾക്കതാ ദീനിയായ കാര്യങ്ങൾക്ക് വളർന്നു പോകുക വലിയ ആവേശങ്ങളായിട്ടിക്കട് അതേപോലെ മഹാനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന ഹദീസ് രണ്ടാമത്തെ നേട്ടം അല്ലാഹു അതാ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം പുറത്തു തണ്ട ആ സമയത്ത് എത്ര ദോഷങ്ങളാണ് ഒരു നാൾ ആക്കിക്കൊണ്ടുള്ളോ സുബ്ഹാനല്ലാഹ് കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും എത്ര ദോഷങ്ങളാണ് ആക്കിക്കൊണ്ടുള്ളത് അല്ലാഹു ആ സമയത്തിൽ അതാ നിങ്ങൊന്ന് അല്ലാഹുറെ മുട്ട ബുൽപിട്ട് ദുആർന്നോണ്ടായെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തണ്ടാ ചെല്ലതിൽ സംശയം വേണ്ട ആ ടൈമിൽ എഞ്ചിട്ട് അതാ ഒന്ന് അല്ലാഹുറെ മുട്ടൊന്ന് ദുആർക്കുറു അങ്ങനെ മൂന്നാമത്തെ ഒരു നേട്ടം അതാ നിങ്ങൾക്ക് എന്തും രോഗങ്ങൾ വരാല സുബ്ഹാനല്ലാഹ് ഇന്നത്തെ രോഗങ്ങൾ എത്രയാണ് കണ്ണുള്ളതാ കണ്ടുകൊണ്ടുള്ള വാട്സാപ്പിലൂടെയും അതാ ഒരാൾ സഹായിക്കുന്നതും സഹായത്തിന് യാചന കൈകാട്ടുന്നതും എത്ര വലിയ രോഗങ്ങളാണ് ഉണ്ട് അതാ ഹരടിയോണ്ടുള്ളൂ സുബ്ഹാനല്ലാഹ് ഒരു രോഗം വന്നോണ്ടായെങ്കിൽ കോടി ഗട്ടയാണ് ചെലവായിട്ടുള്ളത് ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടായെങ്കിൽ 5 लाख 4 लाख ചെലവായിട്ടുള്ളത് പൈസ ഇല്ലാണ്ട് ആൽമാറതാ സോഷ്യൽ മീഡിയത്തെ എതിർക്കു വന്നാറ് സുബ്ഹാനല്ലാഹ് അതെല്ലാത്തിൽ നിന്ന് സലാമത്താവനുണ്ടായെങ്കിൽ അല്ലാഹു നമുക്ക് പടിപാടിയത് അനാ അല്ലൈലി വഹും യസ്ജുദൂൻ ആ ടൈമിൽ ഒരു 2 റകഅത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹു മുട്ട വന്നു ദുആർന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു